നമ്മളിന്നൊരു ബർഗറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബർഗർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ ബണ്ണാട്ടോ മേടിച്ചേക്കുന്നത്. ബർഗറിന്റെ ബണ്ണ് വേണമെങ്കിൽ മേടിക്കാം. ഇപ്പൊ നമുക്ക് ബർഗറിന്റെ ബണ്ണ് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു ബണ്ണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബണ്ണ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കട്ട്ലേറ്റ്, ചിക്കൻ്റെയോ മീറ്റിൻ്റെയോ അതുപോലെ വെജിറ്റബിളിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കട്ട്ലേറ്റ് എടുക്കാം. പിന്നെ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുക്കുംബർ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മയോണൈസ് ആണ്. മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മയോണൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. മയോണൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. 2 മുട്ടയുടെ വെള്ള മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. വെള്ള അല്ലാണ്ട് 2 മുട്ടയുടെ വെള്ളയും 1 മുട്ടയുടെ മഞ്ഞ വെച്ചിട്ടാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷെ ഞാനിവിടെ മുട്ടയുടെ മഞ്ഞ ചേർക്കുന്നില്ല, വെള്ള മാത്രമേ ചേർക്കുന്നുള്ളൂ. എനിക്ക് മഞ്ഞ ചേർക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ട്, അതുകൊണ്ടാണ് വെള്ള മാത്രം ചേർക്കുന്നത്. അപ്പോൾ മുട്ടത്തോട് വീഴാണ്ട് നമുക്ക് മിക്സിയിലേക്ക് ഈ വെള്ളം മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും ചെറിയ ജാർ എടുക്കണം കേട്ടോ, ഏറ്റവും നല്ലത്. അപ്പോൾ നന്നായിട്ട് ക്രീം പോലെ ആയി കിട്ടും. എൻ്റെ അടുത്ത് ചെറിയ ജാർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ജാർ എടുത്തിരിക്കുന്നത്. തോട് വീഴാതിരിക്കാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ഉണ്ണി വീഴാതെ വൈറ്റ് മാത്രം അതിലേക്ക് ഇടുക. ഇനി നമുക്ക് ചേർക്കേണ്ടത് 1 വെളുത്തുള്ളിയാണ്. ഞാൻ ഏകദേശം ഈ വലിപ്പത്തിലുള്ള 1 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2ആയിട്ട് കഷ്ണിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി പുതിനയുടെ ഒരു 2 ഇല ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, അതിട്ട് കൊടുക്കാം. ഒരു നുള്ള് കുരുമുളക് പൊടി, ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ള് പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റോസ്മേരി എന്ന് പറയും. ഇത് കടയിൽ മേടിക്കാൻ കിട്ടും. ഇതുപോലത്തെ ഒരു കുപ്പിയിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി. നമ്മുടെ സാധാരണ അധികം മസാലകളായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. നമ്മുടെ പിസ്സ ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാനങ്ങനെ ഒരിക്കൽ കണ്ടപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 2-3 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പുതിന വേണമെന്നില്ല, റോസ്മേരി വേണമെന്നില്ല. ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഇത്ര ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു പുളിക്ക് വേണ്ടി ഇത്തിരി വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് ചെറുനാരങ്ങയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ 2-3 ദിവസം വെക്കാനൊക്കെ ആണെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കണമായിരിക്കും നല്ലത്. എന്തായാലും ഇത് പച്ചമുട്ടയുടെ അടിച്ചുണ്ടാക്കുന്ന സംഭവം ആയതുകൊണ്ട് 2-3 ദിവസം വെച്ച് കഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഫ്രീസറിൽ വെച്ചാൽ 3 ദിവസം വരെ കേടാവാതിരിക്കും എന്നാണ് പറയണത്. ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാൻ. ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ വെളിച്ചെണ്ണയൊന്നും ചേർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിക്കാൻ പോവാണ്. കുറച്ച് സമയത്തേക്ക് നമ്മൾ മിക്സിയുടെ ഈ ബട്ടൺ ഇടത്തോട്ട് തിരിച്ചിട്ടാണ് ഇവിടെ അടിക്കുന്നത്. 1 2 3. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളയിലേക്ക് ഈ എല്ലാ സംഭവവും യോജിച്ച് വന്നിട്ടുണ്ട്. നല്ല മിൻറ്റിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്, പുതിനയുടെ. അതുപോലെ തന്നെ ചെറുതായിട്ട് വെളുത്തുള്ളിയുടെ മണമുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. വേറെ ഓരോ ഓയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ആവില്ല. ഇനി നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതനുസരിച്ച് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ തിക്കായി വരും. നിങ്ങൾ ഓരോ പ്രാവശ്യം അടിച്ചിട്ട് ഇങ്ങനെ നോക്കണം കേട്ടോ. തിക്കായിട്ടില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ പിന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ മയോണൈസ് സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഐസ്ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റേ ബണ്ണിലേക്ക് തേച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ
ബണ്ണ് ഇത് നമ്മുടെ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന ബണ്ണാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. നിങ്ങൾ വേണമെങ്കിൽ ബർഗർ ഉണ്ടാക്കുന്ന ബണ്ണ് ഇവിടെ ഇങ്ങനെ വെള്ള എള്ളൊക്കെയുള്ള ബണ്ണ് മേടിക്കാൻ കിട്ടും. അത് വേണമെങ്കിൽ മേടിക്കാവുന്നതാണ്. എളുപ്പത്തിൽ പോയി മേടിച്ചത് ഇതാണ് കേട്ടോ. ഇതുണ്ടായിരുന്നുള്ളൂ കടയിൽ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ടോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബട്ടറൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഞാനൊന്നും ചേർത്തിട്ടില്ല, വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബർഗറിനേക്കാളൊക്കെ കുറച്ചും കൂടി ടേസ്റ്റൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. കട്ട്ലേറ്റ് വെജോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് മേടിക്കാം. കുറച്ചും കൂടി ഞാൻ ബീഫ് കഴിക്കാറില്ല, അതുകൊണ്ട് ചിക്കനാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് സംഭവം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 തുള്ളി വിനാഗിരിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ചീസ് സ്ലൈസ് എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടുന്നതാണ്. മിൽമേഡ് കിട്ടും. ഇതിന് 70 രൂപയാണ് കേട്ടോ. 5 എണ്ണം ഉണ്ടാവും ഇതിൻ്റെ പാക്കറ്റിൽ. അതുപോലെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുരുമുളകും ഉപ്പും വിനാഗിരിയും കൂടി വെച്ചേക്കണതാണ്. നമുക്ക് ഈ വെള്ളരിക്കായില്ലേ, വെള്ളരിക്കയുടെ സ്ലൈസ് നമുക്ക് ഇതിലൊന്ന് ചെറുതായിട്ട് മുക്കിയെടുക്കണം. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ മുക്കിയെടുത്താൽ. പതുക്കെ ഒന്ന് മുക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അതുപോലെ തന്നെ തക്കാളിയുടെ സ്ലൈസും നമുക്കിതിൽ മുക്കിയെടുക്കാം. ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റും ചെറിയൊരു പുളിപ്പും എല്ലാം കൂടി കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിന് വേണ്ടി ഒരു ലെച്ചൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഇല കിട്ടും, അത് വേണമെങ്കിൽ മേടിക്കാം കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം അതൊന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മളെല്ലാ സെറ്റപ്പ് റെഡിയാക്കി. ഇനി ഒന്ന് അലങ്കരിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണെടുക്കാം. ഈ ബണ്ണിലേക്ക് നമുക്ക് മയോണൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബണ്ണിലേക്ക് മയോണൈസ് ഒഴിച്ച് കൊടുക്കാം. മയോണൈസ് കുപ്പിയിൽ മേടിക്കാൻ കിട്ടും, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അത് ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ മുകളിലത്തെ പീസില്ലേ, അതിൽ നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മയോണൈസ് തേച്ച ബ്രെഡ് എടുത്തു. അതിൻ്റെ പുറത്ത് നമ്മൾ വെള്ളരിക്ക വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക. അതിൻ്റെ പുറത്തൊരു സവാള എടുത്ത് വെക്കാം. പിന്നെ നമുക്ക് തക്കാളി എടുത്ത് വെക്കാം. പിന്നെ നമുക്ക് കട്ട്ലേറ്റ് എടുത്ത് വെക്കാം. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ആ ചീസിൻ്റെ സ്ലൈസ് ഇല്ലേ, അതെടുത്ത് വെക്കാം. ഒരു വെള്ളരിക്കയും ഒരു സവാളയും കൂടിയുണ്ട്, അതും കൂടി വെച്ചിട്ട് നമുക്കിത് മൂടി വെക്കാം. കണ്ടോ, നമ്മുടെ ബർഗർ റെഡിയായി. ഇനി ചെറി കിട്ടുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി അതിൽ ചെറി വെച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മൾ ടൂത്ത് പിക്ക് എടുത്ത് കളഞ്ഞിട്ട് വേണം പിന്നെ കഴിക്കാനെന്ന് മാത്രം. ഒന്ന് താഴോട്ട് അമർത്തി കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. തക്കാളി പുറത്തോട്ട് മാറിപ്പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ചീസ് സ്ലൈസ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കട്ട്ലേറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും വെക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ 2 ബർഗറും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബണ്ണും കട്ട്ലേറ്റും അതുപോലെ തന്നെ ഈ ചീസിൻ്റെ സ്ലൈസും നമ്മൾ മേടിക്കുക. എന്നിട്ട് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ
അത് സൂപ്പർ ടേസ്റ്റാണ്. മണ്ണ് നമ്മൾ മറ്റേ ഇത് തന്നെ മേടിച്ചാൽ മതി, സാധാരണ കടലുള്ള മണ്ണ് മേടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.